പത്രവാർത്തകളിലേക്ക് പെട്ടെന്ന് പോയി വരാം. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നത്തെ പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് കാവിക്കൊടിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർക്കെതിരെയുള്ള വൈസ് ചാൻസലർ എടുത്ത നടപടിയാണ് ഇന്നിപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നത്. പത്രങ്ങളെല്ലാം പ്രധാന വാർത്തയെ നൽകിയതും നമ്മളടക്കം ഇന്നലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയെ ലീഡായി നൽകിയിരിക്കുന്നതും അത് തന്നെയാണ്. കാവിക്കൊടി വിവാദം നടപടിയുമായി കേരള VC എന്നാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നുമാണ്. ഡോക്ടർ അനിൽകുമാറിനെതിരായ നടപടി രാജ്ഭവൻ ഇടപെട്ടിട്ടെന്ന് സൂചനയല്ല, അത് ഉറപ്പാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്ന് മന്ത്രി. ചട്ടപ്രകാരം യഥാർത്ഥത്തിൽ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ടാണ് താൽക്കാലിക VCയായി ആരോഗ്യ സർവകലാശാലയിൽ വന്ന് പരമാവധി കേരള സർവകലാശാലയിലെ അക്കാദമിക് അന്തരീക്ഷം നശിപ്പിച്ച് ഇപ്പോൾ പുള്ളിക്കാരൻ നേരെ റഷ്യയിലേക്ക് സ്ഥലം വിട്ടു. അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് മുങ്ങി. അടുത്ത ഫ്ലൈറ്റ് നേരെ മുങ്ങി. ഇനി നിങ്ങൾ അനുഭവിച്ചോന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സർവകലാശാല പോലും സർവകലാശാലയ്ക്ക് ഇങ്ങനെ VCയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ. കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരിൽ കേരള സർവകലാശാല രജിസ്ട്രാർ ബലിയാടായി. ഗവർണറോട് അനാദരം കാണിച്ചെന്നും ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ആരോപിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ സസ്പെൻഡ് ചെയ്തു. നിർദ്ദേശം രാജ്ഭവന്റേതാണെന്ന് സൂചനയുണ്ട്. രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ VCക്ക് അധികാരമില്ലെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെടുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. ശ്രീപത്മനാഭ സേവാ സമിതിക്ക് വേണ്ടിയാണ് ഈ പണി നടത്തിയത്. ആര്? നമ്മുടെ വൈസ് ചാൻസലർ. അപ്പോൾ അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അത് കേരള സർവകലാശാല പോലും സർവകലാശാലയിൽ ഈ മോഹൻ കുന്നുമേലൊക്കെ വന്നിറങ്ങി എന്താണ് അവസ്ഥയാക്കിയത്? സംഭവം കുഴിയായി. പ്രതിഷേധത്തിലേക്ക് എന്തായാലും ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധവും നമ്മൾ കണ്ടു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും അത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഗവർണർ പ്ലസ് VC ഒരു അജണ്ട, ഒരു ഗൂഢസംഘമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. പുതിയ ഗവർണറുടെ ഒരു ഹണിമൂൺ പീരീഡ് തീരുന്നതിന് മുമ്പേ തുടങ്ങി. മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ കടുത്ത നടപടികൾ വരുന്നു. അങ്ങോട്ടും തിരിച്ച് ശക്തമായ പ്രതിഷേധമുണ്ടാവുന്നു. ഗവർണർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ അടുത്ത ഘട്ടത്തിലെത്തി നിൽക്കുന്നു. മാതൃഭൂമിയിൽ മെയിൻ ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ സർവകലാശാല വാർത്ത തന്നെയാണ്. അതിലെ തലക്കെട്ട് എങ്ങനെയാണ് കേട്ടോ? നടപടി പിന്നാലെ അടി. അതാണ് നല്ല രസമുള്ളൊരു തലക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ വാർത്ത നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ടതായിട്ട് ഡോക്ടർ ഹാരിസിനെ താക്കീത് ചെയ്തേക്കും. അതായത് കടുത്ത നടപടിക്ക് സാധ്യതയില്ല, പക്ഷെ ഒരു താക്കീതിൽ ഒതുക്കിയേക്കും. അതാണ് സർക്കാരിന് നല്ലത്. അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഇപ്പം ഡോക്ടർ ഹാരിസ് ഒക്കെ ഇപ്പം മറിയ ചേട്ടത്തിയൊക്കെ പോലെ ഒരു ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു പൊതുജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു ആൾ, ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലേക്ക് ഹാരിസ് ചിറക്കൽ മാറി. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി കൂടി ഉള്ളതുകൊണ്ട് ആ വാദത്തിന് ഒരു വലിയൊരു മുഖ്യമന്ത്രി വിമർശിക്കുമ്പോൾ പോലും അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത എന്നാണ് പദപ്രയോഗം. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് അയാളൊരു സത്യസന്ധനായ മനുഷ്യനാണ്. പക്ഷേ ചില സമയങ്ങളിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനം സർക്കാരിനെ വെട്ടിലാക്കി എന്നുള്ളതാണ് പ്രശ്നം. അത് സർക്കാരിന്റെ മാത്രം വിഷയമാണ്. കണ്ടക്ട് റൂൾസ് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടപടിയെടുക്കാനുള്ള സ്കോപ്പ് അതിലുണ്ട്. പക്ഷേ ഈ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. മനോരമ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ്. ഡോക്ടർ ഹാരിസിനെതിരെ സംഘടിത വിമർശനം, വേട്ട തുടങ്ങി എന്നാണ് തലക്കെട്ടിൽ. മുഖ്യമന്ത്രിയുടെ ചുവട് പിടിച്ച് മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും. തന്റേത് പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് ഡോക്ടർ ഹാരിസ്. എന്നെ കുറ്റപ്പെടുത്തിയാലും നടപടിയുണ്ടായാലും നിലപാട് തുടരും. മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഭരണ സംവിധാനത്തിലെ വീഴ്ച പരിഹരിക്കണം. ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല. ശസ്ത്രക്രിയ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് പരിഹരിച്ചത് എന്നാണ് ഡോക്ടർ CH ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്ത നമ്മൾ കാര്യമ്പോൾ കമന്റിലടക്കം ഡോക്ടർ ഹാരിസിന്റെ ബിഗ് സല്യൂട്ട് എന്നൊക്കെയായിരുന്നു കമന്റുകൾ വന്നത്. ഒരുപാട് പേരുണ്ട്. നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം ഇപ്പോഴും സർക്കാർ സർവീസിൽ തുടരുന്നത്, ഈ പരിമിതികൾക്കുള്ളിൽ തുടരുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു പരിധിവരെ ശരിയുമാണ്. ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. പറഞ്ഞോളൂ. ഇനി അടുത്ത വാർത്ത മാധ്യമത്തിലേക്ക് വന്നാൽ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ഡയറക്ട് ഹെഡ്സോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നത്. കേരളയിലെ ഭാരതാംബ വിവാദം. മറ്റൊന്നാണ് ഈ മുഖ്യമന്ത്രി തുടങ്ങി ഡോക്ടറെ കടന്നാക്രമിച്ച് സർക്കാരും പാർട്ടിയും എന്നുള്ളത്. ഈ വിഷയത്തിൽ അതൊരു കാർട്ടൂണോട് കൂടിയിട്ടാണ് ബാക്കി മന്ത്രിമാർ ഏറ്റെടുത്തു. ഡോക്ടറെ കടന്നാക്രമിച്ച് സർക്കാരും പാർട്ടി. പക്ഷേ ഈ വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാട് മാതൃകാപരമാണ്. ബിനോയ് വിശ്വം പറഞ്ഞത് കുനിഷ്ടൊന്നും ഈ ഡോക്ടറുടെ കാര്യത്തിൽ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് CPI ആ ഡിസന്റിൽ രാഷ്ട്രീയ പാർട്ടിയെ ഹാരിസിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരോക്ഷമായി. മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇതുവരെയും ഹാരിസിനെ തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊരു താക്കീതിൽ ഒതുങ്ങാനാണ് സാധ്യത. മറ്റൊരു പ്രധാന വാർത്തയുണ്ട്. നമ്മുടെ ജെയ്സൺ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ചാലക്കുടിയിൽ ഒരു പുലി ഇറങ്ങിയത് പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചാലക്കുടി ടൗണിലാണ് ഈ പുലി ഇറങ്ങിയത്. പുലിയെ പിടിക്കാൻ വേണ്ടി പരമാവധി നോക്കി ആര്? സർക്കാർ.
ഒടുവിൽ സർക്കാരിന് നഷ്ടം 10 ലക്ഷം. തലക്കെട്ട് 11 പുലിയാണ് കെട്ട എന്നാണ്. തെർമൽ ഡ്രോൺ മുതൽ ക്യാമറ ട്രാപ്പ് വരെ പാഴായി എന്നാണ് മനോരമ പത്രത്തിൽ പറയുന്നത്. ചാലക്കുടി ടൗണിലിറങ്ങിയ പുലി പാട്ടിന് പോയി, വനം വകുപ്പിന് നഷ്ടം 10 ലക്ഷം. കാടിറങ്ങിയ പുലി ചാലക്കുടി നഗരം കണ്ട് മടങ്ങിയപ്പോൾ വനം വകുപ്പിന് നഷ്ടം 10,14,197 രൂപ. തെർമൽ ഡ്രോൺ മുതൽ ക്യാമറ ട്രാപ്പ് വരെ ഒരുക്കി പുലിയെ പിടികൂടാൻ നടത്തിയ ദൗത്യത്തിന് ചിലവായ തുകയാണിത്. 69 ക്യാമറ ട്രാപ്പുകളിലും നൈറ്റ് വിഷൻ ദൃശ്യമികവുള്ള CCTV ക്യാമറകളിലും അടക്കം കുടുങ്ങാതെ പുലി അപ്രത്യക്ഷനായി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല സാർ, ഈ കാടിന്റെ അതിർത്തിയിൽ പുലി ഇറങ്ങിയാൽ മനസ്സിലാക്കാം. ഇത് 10-12 കിലോമീറ്റർ അപ്പുറത്ത് പട്ടണത്തിലാണ് ഈ പുലി വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ. മറ്റൊന്ന് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ സിനിമ കാണാൻ കോടതി എന്നുള്ളത് ഇന്നലെ വന്ന വാർത്തയായിരുന്നു. അപൂർവമായ ഹൈക്കോടതി ജഡ്ജി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സിനിമ കാണും. മനോരമയിൽ ഒരു ചിത്രമുണ്ട്, ആ ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ദിനചിത്രത്തിലുള്ള ചിത്രമാണ്. പുല്ലിലൊളിക്കും കാട്ടാന എന്ന അടിക്കുറിപ്പോട് കൂടിയുള്ള ചിത്രമാണ്. ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇടുക്കി ചിന്നക്കനാൽ സിംഗകണ്ഠം റോഡിൽ ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശമാണ് പ്രേക്ഷകർ കാണുന്ന ഈ കാടിന്റെ ഉൾവശം എന്ന് പറയുന്നത്. കാട്ടിൽ കയറാൻ പാടില്ല, വനം വകുപ്പിന്റെ നിയമം അനുസരിച്ച്. ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ പോകുന്ന പിടിയാനയ്ക്ക് പിന്നിൽ നിന്നൊരു കുട്ടിയാന തുമ്പിക്ക ഉയർത്തുന്ന ചിത്രം മനോരമ പങ്കുവെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉയരത്തിൽ പുല്ല് വളർന്നിരിക്കുന്നത് കൊണ്ട് ആന കടന്നു പോകുന്നത് അറിയില്ല. ഈ സ്ഥലം എങ്ങനെയാണ് ഫേമസ് ആയെന്നറിയാമോ? അരിക്കൊമ്പനെ പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ഈ അരിക്കൊമ്പനെ പിടിച്ച് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പുല്ലുകൾക്കിടയിലൂടെ വരുന്നത് തോളത്തൊന്ന് തട്ടും, ഹായ് ഡേ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. തിരിഞ്ഞു നോക്കേണ്ടി വരും. ആ അരിക്കൊമ്പൻ കാലം സാർ ഓർക്കുന്നുണ്ടാവുമല്ലോ, എന്തോരം ബഹളമായിരുന്നു. അതെ, നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ റിപ്പോർട്ടർ രണ്ടാമതായി ജനിച്ചിട്ടില്ല. ഇനി മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കൂടി. അതിന് പ്രധാന വാർത്ത എന്താണ് ദേശാഭിമാനിയിൽ? പ്രധാന വാർത്ത ഈ എതിർത്ത രജിസ്ട്രാർക്കെതിരെ പ്രതികാര നടപടി എന്നാണ് ഈ സർവകലാശാല വാർത്ത ദേശാഭിമാനി കരുതിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഗൂഢനീക്കവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു. ബീഹാറിലല്ലേ വാർത്ത എങ്ങനെയാണ്? വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായ ആളുകളെ പുറന്തള്ളാനും കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ കുടിയേറ്റ തൊഴിലാളികളെ കുത്തിനിറയ്ക്കാനും വഴിയൊരുക്കുന്ന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹിന്ദുവിൽ ബീഹാർ ഇലക്ടറൽ റോൾ റിവിഷൻ വിൽ എഫക്ട് 2 crore വോട്ടേഴ്സ്. അത് മറ്റും 2 കോടി വോട്ടർമാരെ അത് ബാധിക്കും എന്നുള്ളതാണ് ബീഹാറിൽ നിന്ന് വരുന്നത്. ആശങ്കപ്പെടുത്തുന്ന തീരുമാനമാണ്. ഇന്ത്യ ബ്ലോക്ക് ലീഡേഴ്സ് അതിന് ശക്തമായിട്ട് ഒരു എതിർപ്പും കൂടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പൗരത്വ രജിസ്റ്റർ എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിൽ പൗരത്വം പരിശോധിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ആക്ഷേപം. വലിയ രീതിയിൽ പ്രതിഷേധം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ഇതൊക്കെ സാധ്യമാകുമെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രിക്സ് വിൽ ഹെൽപ്പ് ക്രിയേറ്റ് എ മൾട്ടിപോളർ വേൾഡ്. നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോൾ ഘാനയിൽ എത്തിയിട്ടുണ്ട്. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. 5 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രയിലാണ്. ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഘാനയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ബ്രിക്സ് അടക്കമുള്ള സംഘങ്ങളുമായിട്ട് അന്തർദേശീയ സംഘടനകളിൽ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നിൽക്കുന്ന വാർത്തകൾ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ കൂടി നമുക്ക് നോക്കാം. എഡിറ്റോറിയലില് അന്നം മുടക്കുന്ന കേന്ദ്ര അവഗണന എന്നതാണ് എഡിറ്റോറിയൽ. മാത്രമല്ല ഈ എം വി ഗോവിന്ദന്റെ നിലപാടുണ്ട് കേട്ടോ, ലേഖനമുണ്ട്. കാവി ചാർത്താൻ ബഹുമുഖ നീക്കമെന്ന് പറഞ്ഞ്. മാത്രമല്ല ഏറ്റവും താഴെ DGP നിയമനം, വിവാദങ്ങളും വസ്തുതകളും ആരാ എഴുതിയിട്ടുള്ളത് അറിയോ? MV ജയരാജൻ. P ജയരാജന്റെ മറുപടിയാണോ അത്? ആയിരിക്കണം. നമ്മൾ വായിച്ചു നോക്കിയിട്ട് നോക്കാം. അപ്പൊ രവിതാ ചന്ദ്രശേഖരന് കൂത്തുപറമ്പിൽ എന്ത് പങ്ക്? ദേശാഭിമാനിയിലെ സെൻട്രൽ പേജ് ശരിക്കും സമ്പന്നമാണ് വിവാദങ്ങളും കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇനി നേരെ വാർത്തകളിലേക്ക് കടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു.